الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാ അൽ മുലഖസുൽ ഫിഖ്ഹി എന്ന ഗ്രന്ഥത്തിൽ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള അധ്യായമാണ് അടുത്തതായിട്ട് കൊണ്ടുവരുന്നത്. കിതാബു അസ്വല. നമ്മൾ ആദ്യം കിതാബു അത്വഹാറത്താണ് പഠിച്ചത്. അതിൽ 13 അധ്യായങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി കിതാബു സ്വലാത്താണ്. കിതാബു സ്വലാത്തിൽ ഏകദേശം 30ഓളം അധ്യായങ്ങൾ മുസന്നിഫ് ഹഫിദഹുല്ലാ കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ അധ്യായം ബാബുൻ ഫി വുജൂബി സ്വലവാത്തിൽ ഖംസി, 5 നേരത്തെ നമസ്കാരങ്ങളുടെ നിർബന്ധത, അനിവാര്യത, അതുമായി ബന്ധപ്പെട്ട അധ്യായമാണ് ഒന്നാമത്തെ അധ്യായം. മുസന്നിഫ് ഹഫിദഹുല്ലാ പറയുന്നു, അസ്വലാത്തു ഹിയ ആഖദു അർക്കാനിൽ ഇസ്ലാമി ബഅദ ഷഹാദത്തൈൻ. 2 ഷഹാദത്തുകൾ കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യങ്ങൾക്ക്, എന്ന വാക്യങ്ങൾക്കുള്ള സാക്ഷ്യമാണ് ഇസ്ലാമിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം. ഇവകൾക്ക് ശേഷം ഏറ്റവും ശക്തമായ ഇസ്ലാമിന്റെ റുക്ന് പിന്നീട് വരുന്ന നമസ്കാരമാണ്. വഖദ് ശുരിഅത് അലാ അക്മലി വുജൂഹിൽ ഇബാദത്തി വഅഹ്സനിഹ. ഇത് നിയമമാക്കപ്പെട്ടിരിക്കുന്നത് ഇബാദത്തിന്റെ ഏറ്റവും ഭംഗിയായ, ഏറ്റവും സമ്പൂർണമായ രൂപത്തിലാണ് ഇതിനെ നിയമമാക്കപ്പെട്ടിരിക്കുന്നത്. ഇബാദത്തിൽ എന്താണോ ലക്ഷ്യം വെക്കപ്പെടുന്നത്, അങ്ങനെയുള്ള ലക്ഷ്യങ്ങളെല്ലാം സാധൂകരിക്കുന്ന രീതിയിൽ ഏറ്റവും ഭംഗിയുള്ള, അതേപോലെ ഏറ്റവും സമ്പൂർണമായ ഒരു ഇബാദത്തായിട്ടാണ് ഇതിനെ നിയമമാക്കപ്പെട്ടിരിക്കുന്നത്. വഖദ് തദമ്മനത് ഹാദിഹി സ്വലാത്തു കസീറൻ മിൻ അൻവാഇൽ ഇബാദ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതായത് ഇബാദത്തുകളുടെ ഇനങ്ങളിൽ ധാരാളം ഇബാദത്ത് ഇവിടെ അടങ്ങുന്നുണ്ട്, നമസ്കാരത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഏറ്റവും സമ്പൂർണവും അതേപോലെ സുന്ദരവുമായ രീതിയിലുള്ള ഒരു ഇബാദത്തായിട്ടാണ് ഇതിന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞത്. എന്തെല്ലാമാണ് ഇതിൽ വരുന്നത്? ഒന്നാമതായിട്ട് മിൻ ദിക്രില്ലാഹി തആല, അള്ളാഹുവിനെ സ്മരിക്കൽ ഇതിലുണ്ട്, ധാരാളം അദ്കാറുകൾ ഇതിലുണ്ട്. വത്തിലാവത്തിൽ കിതാബിഹി, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് നമസ്കാരത്തിലുണ്ട്. വഖിയാമിൻ ബൈന യദയില്ല, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിലുള്ള നിൽപ്പ്, നൃത്തം ഉണ്ട്. വറുകൂഇൻ വസുജൂദിൻ വദുആഇൻ വതസ്ബീഹിൻ വതക്ബീരിൻ, അതേപോലെ അല്ലാഹുവിന്റെ മുന്നിൽ കുനിഞ്ഞുകൊണ്ട് റുകൂഅ ചെയ്യുന്നു, അതേപോലെ തല ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യുന്നു. പ്രാർത്ഥനകളുണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന തസ്ബീഹാത്തുകളുണ്ട്, തക്ബീറുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇബാദാത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് നമസ്കാരം. വഹിയ റഅസുൽ ഇബാദാത്തിൽ ബദനിയ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദാത്തുകളിൽ അതിന്റെ റഅസാണ്, ശിരസ്സാണ്, തലയാണ് ഏത് നമസ്കാരം എന്നുള്ളത്. ശരീരം കൊണ്ട് ഒരാൾ ചെയ്യുന്ന ഇബാദാത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വലം തഖ്ലു മിൻഹാ ശരീഅത്തു റസൂലിൻ മിൻ റുസുലില്ലാഹി അലൈഹിമുസ്സലാത്തു വസ്സലാം. ഏത് മുർസലീങ്ങളുടെ ശരീഅത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതൊന്നും തന്നെ ഈ നമസ്കാരത്തെ തൊട്ട് ഒഴിവല്ല. എല്ലാ മുർസലീങ്ങൾക്കും അള്ളാഹു നൽകിയിരിക്കുന്ന ശരീഅത്തിൽ എന്തുണ്ട്? നമസ്കാരം
അവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ ശരീഅത്തുകളിലും എന്തുണ്ട്, ഉള്ള ഒരു ഇബാദത്താണ് നമസ്കാരം. മാത്രമല്ല വഖദ് ഫറദഹ അല്ലാഹു അലാ നബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമിർ റുസുലി ലൈലത്തുൽ മിഅറാജ് ഫിസ് സമാ. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രേഷ്ഠതയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇത് നിർബന്ധമാക്കിയത്, അവസാനത്തെ റസൂലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇത് നിർബന്ധമാക്കിയത് ലൈലത്തുൽ മിഅറാജിലാണ്. ആകാശ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, കൊണ്ടുപോയി. അങ്ങനെ 7 ആകാശങ്ങൾക്ക് അപ്പുറത്ത് ആകാശത്ത് വച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെന്ത് ചെയ്തത്, നിർബന്ധമാക്കിയത്. ബി ഖിലാഫി സായിരി ശറായ, ശരീഅത്തിൽ ധാരാളം നിയമങ്ങളുണ്ട്, നിർബന്ധമായ ധാരാളം കൽപ്പനകളുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് നമസ്കാരത്തെ നിർബന്ധമാക്കിയത് ഇവിടെ വെച്ചാണ്, ആകാശ ലോകത്ത് വെച്ചാണ്. ഫദല്ല ദാലിക അലാ അളമതിഹ വതഅഖുദി വുജൂബിഹ വമകാനതിഹ ഇൻദല്ലാഹ്. ഇത് നമസ്കാരത്തിന്റെ മഹത്വത്തിലേക്കും അത് എത്രത്തോളം ശക്തമായ നിർബന്ധമാണ് എന്നുള്ളതിലേക്കും അള്ളാഹുവിന്റെ അടുക്കൽ അതിന് എത്ര വലിയ സ്ഥാനമുണ്ട് എന്നുള്ളതിലേക്കെല്ലാം അറിയിക്കുന്നതാണ്. അപ്പോൾ നമസ്കാരം നമുക്കറിയാം അള്ളാഹുവോടുള്ള ഒരു മുനാജാത്താണ്, അള്ളാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ടുള്ളതായ അള്ളാഹുവിനോടുള്ള അപേക്ഷകളുണ്ട്. അതിൽ അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നു, സ്തുതിക്കുന്നു, അവന്റെ സനാ പറയുന്നു, പ്രശംസിക്കുന്നു, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ടുള്ള ഇബാദത്താണ്. അപ്പൊ ഇത് നിർബന്ധമാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത സന്ദർഭം എന്താണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭൂലോകത്ത് നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു, ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി അവിടെ വെച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിനെ നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇത് എന്താണ്, വലിയ മുഅ്മിനിന്റെ എന്താണ് അള്ളാഹുമായിട്ടുള്ള ഇടപെടുകാനുള്ള ഏറ്റവും വലിയ ഒരു അവസരമാണിത് നമസ്കാരം എന്നുള്ളത്. അപ്പൊ അതിന്റെ മഹത്വം അറിയിക്കുന്ന ഒരു കാര്യമാണത്. ഇതേപോലെ വഖദ് ജാഅ ഫീ ഫദ്ലിഹാ വവുജൂബിഹാ അലൽ അഅയാനി അഹാദീസു കസീറ. ഇത് നിർബന്ധമാണെന്നുള്ളതിനും ഇതിന്റെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്നതിനും ധാരാളം ഹദീസുകളുണ്ട്. ഇതിന്റെ നിർബന്ധത എന്നുള്ളത് വുജൂബിഹാ അലൽ അഅയാനി, വ്യക്തിപരമായി ഓരോ വ്യക്തികൾക്കും എന്താണ്, നിർബന്ധമാണ്, സാമൂഹികമായ ബാധ്യതയല്ല. ഓരോ വ്യക്തികളുടെ മേലും ഇത് നിർബന്ധമാണ് എന്നതിനെ അറിയിക്കുന്ന, അതിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ധാരാളം ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. വഫർദിയ്യതുഹാ മഅലൂമത്തുൻ മിൻ ദീനിൽ ഇസ്ലാമി ബിദ്ദറൂറ. ഇതിന്റെ ഫർദിയ്യത്ത്, ഇത് നിർബന്ധമാണെന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ ദറൂറത്ത് കൊണ്ടറിയപ്പെട്ട കാര്യമാണ്. ദറൂറത്ത് കൊണ്ടറിയപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും എന്താണ്, പ്രത്യേകിച്ച് പഠനങ്ങളൊന്നും ഇല്ലാതെ, ചിന്തിക്കേണ്ട ആവശ്യങ്ങളില്ലാതെ അറിയാവുന്ന കാര്യമാണ്. മുസ്ലിം സമൂഹത്തിൽ വളർന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് 5 നേരം നമസ്കാരം നിർബന്ധമാണെന്നുള്ളത് ബിൽ ദറൂറ, അനിവാര്യമായും അവരറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന കുഫാറുകൾക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും, അറിയുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ദറൂറത്ത് കൊണ്ട് അറിയപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്. അവൻ പ്രത്യേകിച്ച് അധ്വാനമൊന്നും വേണ്ട, പഠിക്കാൻ സമയം ഒഴിഞ്ഞു വെക്കുകയോ മദ്രസയിലോ കോളേജിലോ പോയി പഠിക്കേണ്ട കാര്യമല്ല, അല്ലാതെ തന്നെ അനിവാര്യമായും ഒരാൾ അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫമൻ ജഹദഹ, അങ്ങനെ ഒരു കാര്യത്തെ ഒരാൾ, അത് നിർബന്ധമാണ് എന്നുള്ളതിനെ ഒരാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ ഫഖദ് ഇർതദ്ദ അൻ ദീനിൽ ഇസ്ലാം, അവൻ ഇസ്ലാമിൽ നിന്നുണ്ടാവും, മുർത്തദ്ദാകും. ഇത് ഏകോപിച്ച അഭിപ്രായമാണ്. ഇത് നിർബന്ധമാണ് എന്നുള്ളതിനെ ഒരാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി, അത് ദറൂറത്ത് കൊണ്ട് അറിയപ്പെട്ട ഏത് കാര്യവും അങ്ങനെയാണ്. അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ എന്തായി മാറും, മുർത്തദ്ദായി മാറും. ഇങ്ങനെ മുർത്തദ്ദായ ഒരാളെ സംബന്ധിച്ചിടത്തോളം യുസ്തതാബു, അവനോട് തൗബ ആവശ്യപ്പെടും, തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും ഇസ്ലാമിക ഭരണാധികാരി അവിടെ ഉണ്ട് എങ്കിൽ. അങ്ങനെ ഫൈൻ താബ വഇല്ലാ ഖുതില ബി ഇജ്മാഇൽ മുസ്ലിമീൻ, തൗബ ചെയ്ത് മടങ്ങിയാൽ എന്താണ്, അവൻ ഒഴിവാക്കും. അതല്ല എങ്കിൽ മുസ്ലിമീങ്ങളുടെ ഏകോപിച്ച അഭിപ്രായ പ്രകാരം അവൻ എന്ത് ചെയ്യണം, കൊല ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഇതിന്റെ ഹുക്കുമ്. ഇസ്ലാമിക ഭരണാധികാരി ആണ് എങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ ഫർദിയ്യത്തിനെ, അത് നിർബന്ധമാണെന്നുള്ളതിനെ നിഷേധിച്ചു എന്നുള്ള കാരണത്താൽ അവൻ എന്ത് ചെയ്യപ്പെടും, കൊല ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ ഹുക്കുമ്. ഇനി എന്താണ് നമസ്കാരം? വസ്വലാത്തു ഫിൽ ലുഗതി, ഭാഷയിൽ നമസ്കാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അസ്വലാത്ത് എന്നുള്ള പദം കൊണ്ട് അതിന്റെ അർത്ഥം അദ്ദുആഉ,
ദുആ എന്നാണ് അതിന്റെ അർത്ഥം. അസ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥന. ദുആ എന്നാണ് അതിന്റെ അർത്ഥം. ഖാല അല്ലാഹു തആല പറഞ്ഞു, വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. സ്വല്ലി, സ്വലാത്ത് ചെല്ലണം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി താങ്കൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൽപ്പിച്ചതാണ്. അപ്പോ ഐ ഉദ്ഉ ലഹും, അതായത് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഭാഷയിൽ സ്വലാത്ത് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നാണ്. വമഅനാഹ ഫി ശർഇ, എന്നാൽ സ്വലാത്ത് എന്നതുകൊണ്ട് ഫുഖഹാക്കളുടെ അടുക്കൽ അതിന്റെ വിവക്ഷ എന്താണ്? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അസ്വല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഇസ്തിലാഹിയായ സാങ്കേതികമായ അർത്ഥം അഖ്വാലുൻ വഅഫ്ആലുൻ മഖ്സൂസ, അത് ചില വാക്കുകളാണ്, ചില പ്രവൃത്തികളാണ്, പ്രത്യേകമായ മഖ്സൂസത്തായ പ്രത്യേകമായ ചില വാക്കുകളും പ്രവൃത്തികളുമാണ്. മുഫ്തതഹത്തും ബി തക്ബീർ, തക്ബീർ കൊണ്ട് ആരംഭിക്കപ്പെടുന്നതാണ്. മുഖ്തതമത്തും ബി തസ്ലീം, സലാം കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന. അപ്പോ തക്ബീർ കൊണ്ട് ആരംഭിക്കപ്പെടുന്ന, സലാം കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന ചില വാക്കുകളും ചില പ്രവർത്തികളും, അതിനാണ് ശരീഅത്തിന്റെ ഭാഷയിൽ സാങ്കേതികമായി എന്തെന്ന് പറയുക? അസ്വല എന്ന് പറയുക. സുമ്മിയത്ത് ബിദാലിക ലിസ്തിമാലിഹ അല ദുആ, അപ്പൊ ഇതിന് ഇങ്ങനെയുള്ള ഈ തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേകമായ വാക്കുകളും പ്രവൃത്തികൾക്കും എന്തുകൊണ്ടാണ് അതിന് അസ്വല എന്ന് പറയാൻ കാരണം? അത് ലിസ്തിമാലിഹ, സുമ്മിയത്ത് ബിദാലിക ലിസ്തിമാലിഹ അല ദുആ, അതിലെന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥന അടങ്ങുന്നുണ്ട് എന്നുള്ളതിനാലാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഉള്ളടക്കം എന്താണ്? പ്രാർത്ഥനയാണ് എന്നുള്ളതിനാലാണ്. ഫൽ മുസല്ലി ലാ യൻഫക്കു അൻ ദുആഇ ഇബാദത്തിൻ ഔ സനാഇൻ ഔ തലബിൻ ഫലിദാലിക സുമ്മിയത് സ്വലാത്ത്. അതായത് ഒരു നമസ്കാരക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ദുആ പലവിധമുണ്ട്. ദുആ ഇബാദയുണ്ട്, അതായത് അള്ളാഹുവിനെ ഒരാൾ എന്ത് ചെയ്യുന്നു? പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു, ഹംദ് പറയുന്നു, അവന്റെ സനാ പ്രശംസകൾ പറയുന്നു. ഇതെല്ലാം എന്താണ്? ഒരു പ്രാർത്ഥനയാണ്. ഒരാൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് ദുആ ഇബാദ എന്നാണ് പറയുക. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല എങ്കിലും അതെന്താണ്? ഒരു പ്രാർത്ഥനയാണ്. അതിന് ദുആ ഇബാദ എന്ന് പറയും. അപ്പൊ ഇതിൽ ഒന്നുകിൽ ദുആ ഇബാദ അടങ്ങുന്നുണ്ട്, അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. അല്ലെങ്കിൽ ഔ ദുആ തലബ്, എന്തുണ്ട്? ദുആ ഉൽ മസ്അല, അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥന. ഇത് രണ്ടും നിന്നും ഒഴിവായ ഒരു നമസ്കാരക്കാരൻ ഉണ്ടാവുകയില്ല. ഒരു നമസ്കാരക്കാരന് ഈ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ നിന്ന് ഒഴിയാൻ സാധിക്കുമോ? ഇല്ല. നമസ്കാരക്കാരനിൽ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും ഇത് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുക? അസ്വല എന്ന് പേര് പറയാൻ കാരണം. വഖദ് ഫുരിദത് ലൈലത്തുൽ ഇസ്റാഇ, ഇത് ഇസ്റാഇന്റെ രാത്രിയിലാണ് നിർബന്ധമാക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാപ്രയാണം ചെയ്യിപ്പിച്ച രാത്രി. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്ര ചെയ്യിപ്പിച്ചു ഒരൊറ്റ രാത്രിയിൽ. ഈ രാത്രിയിലാണ് ഇത് നിർബന്ധമാക്കപ്പെട്ടത്. എപ്പോഴായിരുന്നു ഇത്? ഖബലൽ ഹിജ്റത്തി ഖംസു, ഖബലൽ ഹിജ്റ, ഹിജ്റക്ക് മുമ്പാണ് ഈ ഇസ്റാ ഉണ്ടായത്. അപ്പൊ ഹിജ്റക്ക് മുമ്പ് മക്കയിൽ വെച്ച് തന്നെയാണ് എന്ത് ചെയ്തത്? നമസ്കാരം 5 നേരം നിർബന്ധമാക്കപ്പെട്ടത്. 5 നേരത്തെ നമസ്കാരം. ഖബല ഹിജ്റത്തി ഖംസു സ്വലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല, രാവും പകലുമായി കൊണ്ട് എന്ത് ചെയ്യുന്നു? 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടു. ബിദുഖൂലി ഔഖാതിഹാ അലാ കുല്ലി മുസ്ലിമിൻ മുകല്ലഫിൻ, ഇതിന്റെ സമയങ്ങൾ പ്രവേശിക്കൽ കൊണ്ട്. ഇപ്പൊ നിർബന്ധമായി തീരുന്നപ്പോഴാണ്? അതാതിന്റെ സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതെന്തായി മാറും? നിർബന്ധമായി തീരും. ആരുടെ മേലാണ് നിർബന്ധമായി തീരുക? മുകല്ലഫായ എല്ലാ മുസ്ലിമിന്റെ മേലും, പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള എല്ലാ മുസ്ലിമിന്റെ മേലും ഓരോരോ നമസ്കാരങ്ങളുടെയും സമയത്തിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം രാവും പകലുമായി കൊണ്ട് 5 നേരത്തെ നമസ്കാരം നിർബന്ധമായും നിർവഹിച്ചിരിക്കണം എന്നുള്ള കൽപ്പന വന്നു. എപ്പോഴാണ്? ഹിജ്റക്ക് മുമ്പാണ്, ഇസ്രാഇന്റെ രാത്രിയിലാണ് ഈ കൽപ്പന വന്നത്. അല്ലാഹു തആല പറയുന്നു, ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിശ്ചയമായും നമസ്കാരം മുഅ്മിനീങ്ങളുടെ മേൽ സമയബന്ധിതമായ നിർബന്ധ കർത്തവ്യമാകുന്നു. കിതാബൻ മൗഖൂത എന്നാണ് പറഞ്ഞത്. ഐ മഫ്റൂദൻ എന്നർത്ഥം. നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ്. ഫിൽ ഔഖാത്തില്ലതി ബയ്യനഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗലിഹി വബിഫഅലിഹി, ഏത് സമയങ്ങളിലാണ് അത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു നൽകിയതായ സമയങ്ങളിൽ. അത് നബിയുടെ
വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു നൽകിയിട്ടുണ്ട്. ആ സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധമായ കർത്തവ്യമാണ് എന്ത്? നമസ്കാരം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അതുപോലെ തന്നെ വഖാല തആല വീണ്ടും അല്ലാഹു തആല പറയുന്നു, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാം. വമാ ഉമിറു അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ് അവർ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ അവരോട് എന്ത് ചെയ്തിട്ടില്ല? കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എപ്രകാരം ഇബാദത്ത് ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? മുഖ്ലിസീന ലഹുദ്ദീൻ, ഇബാദാത്തുകൾ മുഴുവനും അല്ലാഹുവിന് മാത്രം സമർപ്പിക്കുന്നവരായ നിലയിൽ അവൻ ഇബാദത്ത് ചെയ്യാനാണ് അല്ലാഹു അവരോട് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതല്ല കൽപ്പന, ഇബാദത്ത് ഇഖ്ലാസോടെ ചെയ്യുക എന്നുള്ളതാണ് എന്ത്? കൽപ്പന. ഒരാൾ അല്ലാഹുവിന് ധാരാളം ഇബാദത്ത് ചെയ്യുന്നുണ്ട്, കൂടെ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നുണ്ട്, അവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്നുണ്ട്, ബലികർമ്മം നടത്തുന്നുണ്ട്, അത് അവരോട് എന്ത് ചെയ്തിട്ടില്ല? അങ്ങനെ ഇബാദത്ത് ചെയ്യാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ചെയ്താൽ അതെന്തല്ല? ഇബാദത്തല്ല. അപ്പൊ ഇബാദത്ത് ചെയ്യാൻ അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരമാണ് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് മാത്രം ഇബാദാത്തുകൾ മുഴുവനും അവന് മാത്രം നിർവഹിക്കുന്നവരായ നിലയിൽ ഇബാദത്ത് ചെയ്യാനാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതേപോലെ വയുഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തുവാനുമാണ് അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത് ആദ്യത്തെ പറഞ്ഞ ആയത്തിൽ അത് നിർബന്ധമാക്കപ്പെട്ടതാണ് എന്ന് വ്യക്തമായി പറഞ്ഞു, കിതാബൻ മൗഖൂത എന്ന് പറഞ്ഞു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നമസ്കാരം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? നിർവഹിക്കാൻ. അപ്പൊ കൽപ്പന നിർബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ അതും ഈ ആയത്തും നിർബന്ധമാണെന്നുള്ളതിലേക്ക് സൂചനയാണ്. അതുപോലെ വഖാല തആല, അല്ലാഹു തആല പറയുന്നു അഖീമുസ്സലാം, നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തിക്കൊള്ളുക. അത് അല്ലാഹുവിന്റെ നേരിട്ടുള്ള ഒരു കൽപ്പനയാണ്. ഫീ മവാദിഅ കസീറത്തിൻ മിൻ കിതാബിഹി അൽ കരീം, പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതേ രീതിയിൽ ഉള്ള കൽപ്പനയുണ്ട്. നമസ്കാരം നിങ്ങൾ എന്ത് ചെയ്യണം? നിലനിർത്തണം എന്നുള്ള കൽപ്പന. വഖാല തആല, മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയുന്നു ഖുൽ ലിഇബാദിയല്ലദീന ആമനൂ യുഖീമുസ്സലാ, നബിയെ താങ്കൾ പറയുക, ആരോട്? മുഅ്മിനീങ്ങളായ എൻ്റെ അടിമകളോട് താങ്കൾ പറയണം, യുഖീമുസ്സലാ, അവരെന്ത് ചെയ്യണം? നമസ്കാരത്തെ നിലനിർത്തണമെന്ന് അവരോട് പറയുക. ഇങ്ങനെ വ്യത്യസ്ത ശൈലിയിൽ വ്യത്യസ്ത രീതിയിൽ ധാരാളം സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ശ്രേഷ്ഠതയെയും ഇതിന്റെ നിർബന്ധത്തെയും സൂചിപ്പിക്കുന്ന ആയാത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. വഖാല സുബ്ഹാന, മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. ഫസുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഐ സബ്ബിഹൂ ലില്ലാഹ് എന്നാണ്. ബഗവി റഹിമഹുല്ലാഹ് അതിന് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം അതാണ്. നിങ്ങൾ അല്ലാഹുവിന് എന്ത് ചെയ്യുക? തസ്ബീഹകൾ ചെയ്യുക, അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. വമഅനാഹു സല്ലൂ ലില്ലാഹ്, അതിന്റെ അർത്ഥം നിങ്ങൾ അല്ലാഹുവിനെ നമസ്കരിക്കൂ എന്നാണ് എന്നതിന്റെ മുഫസ്സിരീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഫസുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഐ സല്ലൂ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തോ? നമസ്കരിക്കുക. എപ്പോഴെല്ലാമാണ് നമസ്കരിക്കേണ്ടത്? ഹീന തുംസൂൻ, നിങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിക്കുന്നതായ സന്ദർഭത്തിൽ, അതായത് മഗ്രിബ് നമസ്കാരവും ഇശാ നമസ്കാരവും നിങ്ങൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. വഹീന തുസ്ബിഹൂൻ, നിങ്ങൾ പ്രഭാതത്തിലാകുന്ന സമയത്ത് ഏത് നമസ്കാരം? സുബ്ഹ് നമസ്കാരം നിങ്ങൾ നിർവഹിക്കണം. അതേപോലെ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അവനാകുന്നു എല്ലാവിധ സ്തുതികീർത്തനങ്ങളും. വഅശിയൻ, അഷിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉച്ചതിരിഞ്ഞിട്ടുള്ള അസ്റിന്റെ സമയമാണ്. ആ സമയത്ത് നിങ്ങൾ നമസ്കരിക്കണം, അതായത് അസ്ർ നമസ്കരിക്കണം. വഹീന തുദ്ഹിറൂൻ, ഉച്ചയാകുന്നതായ സന്ദർഭത്തിൽ ദുഹൂർ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. അപ്പൊ ഈ 5 നേരം നമസ്കാരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിർവഹിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. ഫമൻ അതാ അലൈഹി വഖ്തുഹാ വഹുവ ബാലിഗുൻ ആഖിലുൻ വജബത് അലൈഹി. അപ്പോ ഈ 5 നേരം നമസ്കാരങ്ങളുടെ സമയം ഒരാളിലേക്ക് എത്തി. ഒരാൾ എന്ത് ചെയ്യുന്നു? പകലിലാണ് അല്ലെങ്കിൽ രാത്രിയിലാണ്. ഈ 5 നേരമുള്ള നമസ്കാരത്തിന്റെ സമയം ഒരാളിൽ വന്നു. അവനാകട്ടെ ബാലിഗാണ്, ആഖിലാണ്, പ്രായം തികഞ്ഞവനാണ്, പ്രായപൂർത്തിയായവനാണ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ബുദ്ധിയുള്ളവനുമാണ്. എങ്കിൽ വജബത്ത് അലൈഹി, ആ നമസ്കാരം അവന്റെ മേലെന്തായി? നിർബന്ധമായി തീർന്നു. ഇല്ല ഹായിദൻ വനഫ്സ, ഹൈലുകാരിക്കും നിഫാസുള്ള സ്ത്രീക്കും എന്തില്ല? നിർബന്ധമാവുകയില്ല. ഫലാ തജിബു അലൈഹിമ, അവർക്ക് ആ ഹൈലുള്ള അല്ലെങ്കിൽ നിഫാസുള്ള സമയത്ത് നമസ്കാരം നിർബന്ധവുമില്ല.
വലാ യഖ്ദിയാനിഹ ഇദാ തഹറത ഇജ്മാഅൻ. അവർ ശുദ്ധിയായി തീർന്നാൽ എന്ത് ചെയ്യേണ്ടതുമില്ല, ഈ നമസ്കാരങ്ങളെ വീട്ടേണ്ടതുമില്ല, ഖളാ വീട്ടേണ്ടതുമില്ല. ഹൈദ് നിഫാസുള്ള സ്ത്രീകൾ. എന്നാൽ വമൻ കാന ദാഇലുൽ അഖ്ലി ബിനൗമിൻ ഔ ഇഗ്മാഇൻ വനഹ്വി, എന്നാൽ ഒരാൾ നമസ്കാരം നഷ്ടപ്പെട്ടു പോയത് അവന്റെ ബുദ്ധി നീങ്ങിയത് കാരണത്താലാണ്. എങ്ങനെയാണ് ബുദ്ധി നീങ്ങിയത്? ബിനൗമിൻ, ഒരാൾ ഉറങ്ങിപ്പോയി, അവൻ അത് ക്ഷീണം ബാധിച്ചിട്ട് എന്ത് ചെയ്തു, കിടന്നുറങ്ങിപ്പോയി. നമസ്കരിക്കണമെന്നുള്ള ബോധമുള്ളയാളാണ്, നമസ്കരിക്കുന്നവനാണ്, പക്ഷെ എന്ത് ചെയ്തു, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ ഔ ഇഗ്മാഇൻ, അല്ലെങ്കിൽ ബോധക്ഷയമുണ്ടായി, വനഹ്വി, അങ്ങനെയുള്ള കാരണങ്ങളാലാണ് ഒരാൾക്ക് നമസ്കാരം നഷ്ടപ്പെട്ടതെങ്കിൽ വജബ അലൈഹിൽ ഖദാഉ ഹീന യസ്ഹു, എപ്പോഴാണോ അവന്റെ ബുദ്ധി തെളിയുന്നത് അപ്പോൾ അത് ഖദാ വീട്ടിൽ അവന്റെ മേൽ എന്താണ്, നിർബന്ധമാണ്. അപ്പോൾ ഒരാൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഉണരുമ്പോൾ എന്ത് ചെയ്യണം, നമസ്കരിക്കുന്നത് നിർബന്ധമാണ്. നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമസ്കരിക്കണം. അതേപോലെ തന്നെ ബോധക്ഷയമുണ്ടായി, ബോധക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ ഖളാ വീട്ടണമോ വേണ്ടയോ എന്നുള്ളതിൽ എന്തുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട് ഉലമാക്കൾക്ക്. ബോധക്ഷയം അത് ഉറക്കത്തെ പോലെയാണോ അതല്ല ഭ്രാന്ത് പോലെയാണോ, ഇത് രണ്ടിനോടും ഉപമിച്ച ഉലമാക്കലുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഹുക്മ് മാറും. ഉറക്കത്തെ പോലെയാണ് എങ്കിൽ അവരെന്ത് ചെയ്യണം, അത് വീട്ടണം എന്നുള്ളതാണ് വിധി പറഞ്ഞിരിക്കുന്നത്. അതല്ല മജ്നൂനെ പോലെയാണ്, ഭ്രാന്ത് ഉള്ളവനെ പോലെയാണ്, ഭ്രാന്ത് പോലെ ബുദ്ധി നീങ്ങിയവനാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല, അത് വീട്ടേണ്ടതില്ല. കാരണം ഭ്രാന്തുള്ളവന്റെ മേൽ എന്തില്ല, നമസ്കാരം നിർബന്ധമില്ല. അതുകൊണ്ട് ഉലമാക്കളിവിടെ പറയുന്നത് കാണാം, ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ഫത്വയിൽ ഈ വിഷയം ഇപ്രകാരം കാണാൻ സാധിക്കും. വൽ ഇഗ്മാഉ യുഷ്ബിഹുൽ ജുനൂൻ, ഭ്രാന്തിനോട് സാദൃശ്യമാകുന്നതാണ് ബോധക്ഷയം. അതുകൊണ്ട് ഫലാ ഖദാഅ അലൈഹി ഇൻഷാ അല്ലാഹ്, അതുകൊണ്ട് അവന്റെ മേൽ എന്തില്ല, അത് ഖളാ വീട്ടൽ നിർബന്ധമില്ല. വഇൻ ഖളാ ഫലാ ഹർജ്, ഇനി അവൻ ഖളാ വീട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ലാക്കിൻ ലൗ കാനൽ ഇഗ്മാഉ ഖലീലൻ, എന്നാൽ ബോധക്ഷയം വളരെ ചുരുങ്ങിയ സമയത്തേക്കാണ്. ഏതുപോലെ യൗമൈനി ഔ സലാസൻ, 2-3 ദിവസങ്ങളിൽ മാത്രമായിരുന്നു ഒരാൾക്ക് എന്തുണ്ടായുള്ളൂ, ബോധം നഷ്ടപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ യഖ്ദി, അവൻ എന്ത് ചെയ്യണം, ഖളാ വീട്ടണം. അപ്പോൾ ചെറിയ കുറഞ്ഞ സമയത്തേക്ക് ദിവസങ്ങളിലേക്കുള്ള ബോധക്ഷയമാണ് എങ്കിൽ അത് എന്തിനെ പോലെ പരിഗണിക്കും, ഉറക്കത്തെ പോലെ പരിഗണിച്ചിട്ട് എന്ത് ചെയ്യണം, അതിനവൻ വീട്ടേണ്ടതുണ്ട്. അതല്ല ദീർഘമായിട്ട് ഒരാൾക്ക് ബോധക്ഷയം സംഭവിച്ചു, ഏതെങ്കിലും പ്രയാസങ്ങൾ കാരണത്താൽ അവന് ബോധമേ ഇല്ല, മാസങ്ങളായിട്ട് എന്തില്ല, ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്, അങ്ങനെ അതിൽ നിന്ന് അവൻ മോചനം നേടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല, നമസ്കാരങ്ങൾ അവൻ നിർവഹിക്കേണ്ടതില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ഇനി അപ്പോ ഇങ്ങനെ ഈ രീതിയിൽ ബോധം നഷ്ടപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉറക്കവും മറ്റോ കാരണത്താൽ എന്ത് ചെയ്യണം, ഓർമ്മ വരുമ്പോൾ നമസ്കരിക്കണം. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. അപ്പോൾ ഒരാൾ മറന്നുപോയി അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി, ഉറക്കത്തിൽ ഉണർന്നാൽ എന്ത് ചെയ്യുക, നമസ്കരിക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ നാമ അൻ സ്വലാത്തിൻ ഔ നസിഹ, ഒരാൾ നമസ്കാരത്തെ തൊട്ട് ഉറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ മറവി സംഭവിക്കുകയോ ചെയ്തു എങ്കിൽ ഫൽ യുസല്ലിഹ ഇദാ ദക്കറ, എപ്പോഴാണ് ഓർക്കുന്നത് ഉടനെ എന്ത് ചെയ്യട്ടെ, അവൻ നമസ്കരിക്കണം. ഇനി വയൽസും വലിയ സ്വഗീരി അൻ യഅ്മുറഹു ബിസ്സലാ, ഒരു ചെറിയ കുട്ടിയുടെ, പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ വലിയ, അവന്റെ രക്ഷിതാവ്, അവന് നിർബന്ധമാണ് അൻ യഅ്മുറഹു ബിസ്സലാ, നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയോട് കൽപ്പിക്കൽ അവന്റെ മേലെന്താണ്, നിർബന്ധമാണ്. ഇത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. പ്രായപൂർത്തിയായിട്ടില്ല എങ്കിലും കുട്ടികളോട് എന്ത് ചെയ്യണം, കൽപ്പിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴാണ് കൽപ്പിക്കേണ്ടത്? ഇദാ ബലഗ 7 സിനീൻ, 7 വയസ്സെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കൽപ്പിക്കണം. അപ്പോ സുബ്ഹിന്റെ സമയമായി അവനോട് കൽപ്പിക്കണം. അവൻ നമസ്കരിക്കുന്നത് കാണുന്നില്ല, എന്ത് ചെയ്യണം, നമസ്കരിക്കാൻ കൽപ്പിക്കണം. ദുഹറിന്റെ സമയമായി, നമസ്കരിക്കാൻ എന്ത് ചെയ്യണം, അവനോട് കൽപ്പിക്കണം. അസ്റായി, മഗ്രിബായി, ഇശാ, ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം എന്നാണ്. നമസ്കാരത്തിന്റെ സമയമായി, പക്ഷെ 7 വയസ്സായ ഒരു കുട്ടിയാണ്, അവൻ എന്ത് ചെയ്യുന്നില്ല, നമസ്കരിക്കുന്നില്ല എങ്കിൽ അവനോട് എന്ത് ചെയ്യണം, അത് കൽപ്പിക്കൽ നിർബന്ധമാണെന്നാണ്. നിർബന്ധമായിട്ടും അവൻ എന്ത് ചെയ്യണം, കൽപ്പിച്ചിരിക്കണം. യഅ്മുറുഹു ബിസ്സലാത്തി ഇദാ ബലഗ 7 സിനീൻ വഇൻ കാനത് ലാ തജിബു അലൈഹി, നമസ്കാരം അവന്റെ മേൽ നിർബന്ധമൊന്നുമല്ല. ഈ കുട്ടിക്ക് നമസ്കരിക്കൽ എന്തില്ല,
നിർബന്ധമൊന്നുമല്ലെങ്കിലും അവന്റെ മേൽ കൽപ്പിക്കൽ നിർബന്ധമാണ് അവനോട്. വലാക്കിൻ എന്തിനാണ് പിന്നെ ഇങ്ങനെ കൽപ്പിക്കുന്നത്? ലിയഹ്തമ്മ ബിഹാ വയതമറന അലൈഹ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എന്ത് ചെയ്യണം? കുട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 5 നേരങ്ങളിലുള്ള നമസ്കാരം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായതാണ്. ഇതൊരിക്കലും ഒഴിച്ചുകൂടാനാകാത്തതാണ് എന്നുള്ള ബോധം ഈ പ്രായത്തിൽ എന്ത് ചെയ്യണം? അവന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. വയതമറന അലൈഹ, അതിന്റെ മേൽ അവൻ പരിശീലനം സിദ്ധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 7 വയസ്സ് മുതലേ ഇങ്ങനെ കൽപ്പിക്കപ്പെടുന്നതായ ഒരു കുട്ടി അത് ശീലിച്ചു വരുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവന്റെ ജീവിതത്തിൽ പിന്നെ നമസ്കാരം ചെയ്യില്ല, അവൻ ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്നുള്ളതിനാലാണ്. വൽ യുക്തബ് ലഹു വലിവലിയിഹി അൽ അജ്റു ഇദാ സല്ല. വലിയുക്തബ് ലഹു വലിവലിയിഹി അൽ അജ്റു ഇദാ. മാത്രമല്ല ഇങ്ങനെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ ഈ നമസ്കരിക്കുന്ന കുട്ടിക്കും അവന്റെ വലിയനും അതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോ ആ കുട്ടിക്ക് എന്ത് ചെയ്യും? അതിന്റെ പ്രതിഫലമുണ്ട്, കൂടെ ആർക്കുമുണ്ട്? കൽപ്പിക്കുന്ന രക്ഷിതാക്കൾക്കും അതിന്റെ പ്രതിഫലം നൽകപ്പെടും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ. ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അവനെന്തുണ്ട്? അതിന്റെ 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പ്രതിഫലം എന്ത് ചെയ്യും? കിട്ടും. ഒരാളെ നന്മയിലേക്ക് നയിച്ചാൽ എന്ത് ചെയ്യും? നന്മ ചെയ്യുന്ന ആൾക്ക് ലഭിക്കുന്ന പ്രതിഫലം അങ്ങനെ തന്നെ കിട്ടും. അത് കൽപ്പിച്ച ആൾക്കും എന്ത് ചെയ്യും? കിട്ടും എന്നുള്ള ധാരാളം ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. വഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, ലമ്മാ റഫഅത് ഇലൈഹി ഇംറഅത്തുൻ സബിയ്യ. ഒരു സ്ത്രീ ഒരു കുട്ടിയെ ഇങ്ങനെ ഉയർത്തി കാണിച്ചു നബിയുടെ അടുക്കലേക്ക്. എന്നിട്ട് പറഞ്ഞു, ഫഖാലത് അലിഹാദ ഹജ്ജുൻ. നബി, ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ എന്ന് ചോദിച്ചു. ഹജ്ജത്തുൽ വദാഇന്റെ സമയത്താണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല നഅം വലകി അജ്റുൻ. അതെ, ആ കുട്ടിക്ക് ഹജ്ജ് ചെയ്യാം, അതേപോലെ തന്നെ നിനക്ക് അതിന്റെ പ്രതിഫലവുമുണ്ട് എന്ന് പറഞ്ഞു. ഫയുഅല്ലിമുഹു വലിയുഹു അസ്സലാത വത്വഹാറത. അതുകൊണ്ട് 7 വയസ്സായി കഴിഞ്ഞാൽ ഈ രക്ഷിതാവ് ഈ കുട്ടിയെ എന്ത് ചെയ്യണം? നമസ്കാരം പഠിപ്പിക്കണം, അതേപോലെ തന്നെ ശുദ്ധി വരുത്തേണ്ട രീതികളൊക്കെ എന്ത് ചെയ്യണം? പഠിപ്പിച്ചു കൊടുക്കണം. വയജിബു അലൽ വലി അൻ യദ്രിബ അസ്സഗീറ. അതേപോലെ തന്നെ ചെറിയ കുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അടിക്കലും രക്ഷിതാവിന്റെ മേൽ നിർബന്ധമാണ്. ഇദാ തഹാവന ബിസ്വലാത്തി. നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ എന്ത് ചെയ്താൽ? അലസത കാണിച്ചാൽ. വഖദ് ബലഗ 10 സിനീൻ. എപ്പോൾ? 10 വയസ്സായി കഴിഞ്ഞാൽ. 10 വയസ്സായിട്ടും ഇവൻ എന്ത് ചെയ്യുന്നില്ല? നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല എങ്കിൽ അവനെ അടിക്കുക എന്നുള്ളതും വലിയന്റെ മേൽ എന്താണ്? നിർബന്ധമാണ്. അടിക്കുക എന്നുള്ളത് കുട്ടിയെ വേദനിപ്പിക്കാനല്ല, പിന്നെന്താണ്? നമസ്കാരത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കാനാണ്. കുട്ടികളെ അടിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ഇതുപോലുള്ളതായ അറാക്ക്, ഇത്രയും നീളമുള്ള അറാക്കുവിന്റെ കൊള്ളികൾ, ഇതുപോലുള്ളതാണ് എന്ത് ചെയ്യുക? കുട്ടികളെ അടിക്കാൻ ഉപയോഗിക്കുക. അവരെ മർദ്ദിക്കാനല്ല, അവരെ ശരീരത്തിൽ എന്ത് ചെയ്യുക? പാടുവരുത്തുന്ന രീതിയിലാകാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ അവർക്ക് ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ശിക്ഷണ രീതി എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഇസ്ലാം അനുവദിച്ചിരിക്കുന്നത്. അതല്ലാതെ വലിയ വടിയെടുത്തിട്ട് അവരെ കുതിരെ തല്ലുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശം. അത് ചിലപ്പോൾ എന്ത് ചെയ്യും? 10 വയസ്സ് ആകുമ്പോൾ അടിക്കുക, അതും മുസ്ലിം ഇങ്ങനെ കൽപ്പന നൽകിയിട്ടുണ്ട് അടിക്കാമെന്ന്. പക്ഷെ അവരെ അടിക്കുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. പൊതുവെ വീട്ടിൽ വടി സൂക്ഷിക്കാനെല്ലാം എന്തുണ്ട്? സലഫുകൾ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അതവരെ പേടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചതായിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കാണുന്നില്ല. അതല്ലാതെ സ്നേഹത്തിൽ, പ്രത്യേകിച്ചും ഈ കാലത്ത് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയുന്നത് കാണാം, കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം? കാരുണ്യത്തിൽ, വളരെ മയത്തോടുകൂടി അവരെന്ത് ചെയ്യണം? ഇസ്ലാം പരിശീലിപ്പിച്ചെടുക്കണം. ഇത് റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ കാലമാണ്. കാരണം അതിന് വിപരീതമായിട്ട് അവരുടെ ചുറ്റുപാട് മുഴുവൻ എന്താണ്? ആ ഒരു സാഹചര്യമാണ്. വഴിതെറ്റിപ്പോകാനുള്ള എല്ലാ മാർഗങ്ങളുമുണ്ട്. അപ്പോൾ അതികഠിനമായ ഉപദ്രവവും പീഡനങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? കുട്ടിയെ ദീനിൽ നിന്ന് തന്നെ അകറ്റിക്കളയുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് തന്നെ കാണാം, കൺമുന്നിൽ തന്നെ കാണാൻ പറ്റും. ധാരാളം ആളുകൾ ആ രീതിയിൽ അതിക്രൂരമായി പെരുമാറുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ കാലത്ത് എന്ത് ചെയ്യണം? അവരോട് വളരെ ലാളിത്യത്തിൽ, വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വളർത്തിയെടുക്കേണ്ടത്. വീട്ടിൽ വടി സൂക്ഷിക്കുന്നതിനൊന്നുമില്ല, കുഴപ്പമില്ല. പക്ഷെ അത് ഈ പറയുന്ന രീതിയിൽ അവരെ എന്ത് ചെയ്യുക? നമ്മുടെ ദേഷ്യം
പരമാവധി അടിച്ചു തീർക്കാൻ വേണ്ടിയിട്ടല്ല. എന്താണോ അതിന്റെ ലക്ഷ്യം, ആ ലക്ഷ്യം സാധൂകരിക്കുന്നതായിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടിയുടെ മനസ്സിൽ എന്ത് ചെയ്യുക, ദീനിനോട് സ്നേഹം ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ പിന്നെന്തില്ല, അതുകൊണ്ട് കാര്യമില്ല. ഇനി വയജിബു അലൽ വലിയ അൻ യദ്രിബ സ്വഗീർ, അതെ, 10 വയസ്സായി കഴിയുമ്പോഴും അവനതിൽ സൂക്ഷ്മത കാണിക്കുന്നില്ല എങ്കിൽ അടിക്കൽ എന്താണ് നിർബന്ധമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇ സിനീൻ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് 7 വയസ്സുള്ള കുട്ടികളോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വദ്രിബൂഹും അലൈഹാ ലിഅശ്രി, അത് ഉപേക്ഷിക്കുന്നതിന്റെ പേരിൽ 10 വയസ്സായാൽ നിങ്ങൾ എന്ത് ചെയ്യോ, അവരെ അടിക്കുകയും ചെയ്യണം. വഫരിഖു ബൈനഹും ഫിൽ മദാജിഅ, അതേപോലെ തന്നെ 10 വയസ്സായി കഴിഞ്ഞാൽ അവരെ കിടപ്പറകളിൽ നിന്ന് മാറ്റിക്കിടത്തണം. ഒരേ വിരിപ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ 2 കുട്ടികൾ കിടക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അവരെന്ത് ചെയ്യേണ്ടതുണ്ട്, വേർതിരിച്ച് കിടത്തേണ്ടതുണ്ട്. ചിലപ്പോൾ ഒരേ റൂമിൽ തന്നെയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്ത് ചെയ്യണം, വേറെ വേറെ വിരിപ്പുകളിലായിരിക്കണം അവർ കിടക്കേണ്ടത്. ഒരേ വിരിപ്പിൽ കിടക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അങ്ങനെ വേർപെടുത്തി കിടക്കണമെന്നും എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദും അബൂദാവൂദും തിർമിദിയും എല്ലാം ഉദ്ധരിച്ച ഹദീസാണ്. വലാ യജൂസു തഅഖീറു സ്വലാത്തി അൻ വഖ്തിഹ, നമസ്കാരം അതിന്റെ സമയത്തിൽ നിന്ന് പിന്തിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. കാരണം അല്ലാഹു തആല പറഞ്ഞു, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, ആദ്യം പറഞ്ഞ ആയത്താണ്. നമസ്കാരം മുഅ്മിനീങ്ങളുടെ മേൽ സമയം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നിർബന്ധ കർത്തവ്യമാണ്. അപ്പൊ ആ സമയങ്ങളിലാണ് എന്ത് ചെയ്യേണ്ടത്, നമസ്കരിക്കേണ്ടത്. അതായത് ഐ മഫ്റൂളതൻ ഫി ഔഖാത്തിൻ മുഅയ്യന, പ്രത്യേകമായ സമയങ്ങളിൽ നിർബന്ധമാക്കപ്പെട്ടതാണ്. ആ സമയങ്ങളിൽ തന്നെ എന്ത് ചെയ്യണം, നമസ്കരിക്കണം. ലാ യജൂസു തഅഖീറുഹ അൻഹ, ആ സമയത്തെ തൊട്ട് അതിന് പിന്തിക്കുക എന്നുള്ളത് എന്തല്ല, അനുവദനീയമല്ല. ഇല്ലാ ലിമൻ, ഒരാൾക്കൊഴികെ, ഒരാൾക്ക് അതിന് പിന്തിക്കാം. ആരാണത്? യുരീദു ജംഅഹ മഅ മാ ബഅദഹ ജംഅ തഅഖീറിൻ, ആ നമസ്കാരത്തെ അതിനുശേഷമുള്ള നമസ്കാരത്തോട് ജംഅ ചെയ്ത് നമസ്കരിക്കാൻ അവൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജംഉ തഅഖീർ, പിന്തിച്ചുള്ള ജംഅ. അതും എങ്ങനെയാണെങ്കിൽ, ഇദാ കാനത് മിമ്മാ യുജ്മഅ, ആ നമസ്കാരം ജംആക്കപ്പെടാൻ പറ്റുന്ന നമസ്കാരമാണെങ്കിൽ, അതായത് ദുഹ്ർ നമസ്കാരമാണ്, അതിനെന്ത് ചെയ്യാൻ സാധിക്കും, അസറിലേക്ക് പിന്തിച്ച് ജംആക്കാം. അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരമാണ്, അതിനെന്ത് ചെയ്യാം, ഇഷായിലേക്ക് പിന്തിക്കാം. വകാന മിമ്മൻ യുബാഹു ലഹുമുൽ ജംഅ, മാത്രമല്ല ഈ മനുഷ്യൻ എന്തായിരിക്കണം, ഇങ്ങനെ നമസ്കാരങ്ങളെ ജംഅ ചെയ്ത് നമസ്കരിക്കാൻ അനുവദിക്കപ്പെട്ടയാളുമായിരിക്കണം. എന്നാൽ എന്തേ ഉള്ളൂ, അങ്ങനെ ചെയ്യൽ അനുവദനീയമാവുകയുള്ളൂ. അവൻ ഒന്ന് യാത്രക്കാരനാണ്, അതല്ലെങ്കിൽ രോഗമുള്ളയാളാണ്, അതല്ലെങ്കിൽ മഴയുടെ സമയത്താണ്, മഴയ്ക്ക് മുന്തിച്ച് ജമാക്കാൻ പറ്റുള്ളൂ, പിന്തിച്ച് ജമാക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ അടിയന്തരമായ സാഹചര്യങ്ങളുള്ള സമയങ്ങളിൽ ആണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. വകാന മിമ്മൻ യുബാഹു ലഹുമുൽ ജംഉ, അപ്പോ ജംആക്കാൻ പറ്റുന്ന നമസ്കാരമായിരിക്കണം, അതേപോലെ തന്നെ ജംആക്കാൻ അനുവദനീയമുള്ള ആളുമായിരിക്കണം. എന്നാൽ വഅമ്മാ തഅഖീറു സ്വലാത്തിൽ ലൈലി ഇലൻ നഹാർ, എന്നാൽ ഒരാൾ രാത്രിയിലെ നമസ്കാരം പകലിലേക്ക് എന്ത് ചെയ്യുന്നു, പിന്തിക്കുന്നു. ഔ സ്വലാത്തിൻ നഹാരി ഇലൽ ലൈൽ, അല്ലെങ്കിൽ പകലിലെ നമസ്കാരം രാത്രിയിലേക്ക് എന്ത് ചെയ്യുന്നു, പിന്തിക്കുന്നു. അവിൽ ഫജ്രി ഇലാ മാ ബഅദ തുലൂഇ ശംസ്, അല്ലെങ്കിൽ ഫജ്ർ നമസ്കാരത്തെ സൂര്യോദയത്തിന് ശേഷത്തിലേക്ക് എന്ത് ചെയ്യുന്നു, പിന്തിക്കുന്നു. ഇത് ഫലാ യജൂസു ബിഹാലിൻ മിനൽ അഹ്വാൽ, ഒരവസ്ഥയിലും എന്തല്ല, അനുവദനീയമല്ല. ലാ ലി ജനാബത്തിൻ വലാ നജാസത്തിൻ, അത് വലിയ ശുദ്ധി ഉണ്ട് എന്ന് കാരണം പറഞ്ഞിട്ടാണെങ്കിലും, എന്റെ ശരീരത്തിന് നജസാണ് എന്ന് കാരണം പറഞ്ഞിട്ടാണെങ്കിലും, വലാ ഗൈരി ദാലിക്, അതല്ലാത്തതായ കാരണങ്ങളാലാണെങ്കിലും, ബൽ യുസല്ലിഹാ ഫീ വഖ്തിഹാ അലാ ഹസബി ഹാലിഹി, എന്നാൽ അവൻ അതാത് സമയങ്ങളിൽ തന്നെ അതിനെ നിർവഹിക്കണം, അവൻ ഏതവസ്ഥയിലാണെങ്കിലും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിനെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. വബഅദുൽ ജുഹാൽ, ചില അറിവില്ലാത്ത ആളുകൾ, ഖദ് യകൂനു ഫീ ഹാലത്തി ഇലാജിൻ ഫിൽ മുസ്തഷ്ഫ, ചിലപ്പോൾ അവർ ചികിത്സാർത്ഥം ഹോസ്പിറ്റലുകളിലായിരിക്കാം. അലാ സരീരിൻ, കട്ടിലിന്മേല്, ലാ യസ്തതിഉ നുസൂല മിൻ, അതിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളവന് സാധിക്കുകയില്ല. ഔ ലാ യസ്തതിഉ തഗ്യീറ സിയാബിഹി അല്ലതി അലൈഹാ നജാസ, അല്ലെങ്കിൽ അവന്റെ വസ്ത്രം മാറ്റാൻ അവനക്ക് സാധിക്കുകയില്ല, വസ്ത്രത്തിൽ എന്തുണ്ട്, നജസുണ്ട്. ഔ ലൈസ ഇൻദഹു തുറാബുൻ യതയമ്മമു ബിഹി, അല്ലെങ്കിൽ അവന് തയമ്മും ചെയ്യാനുള്ളതായ മണ്ണവന്റെ കയ്യിലില്ല.
ഔ ലാ യജിദു മൻ യുനാവിലുഹു ഇയ്യ, അല്ലെങ്കിൽ അത് കൊണ്ടുകൊടുക്കാനുള്ള ഒരാൾ അവന്റെ അടുക്കൽ ഇല്ല. അങ്ങനെ ഫയുഅഖിറു സ്വലാത്ത അൻ വഖ്തിഹ, അവൻ നമസ്കാരത്തിന്റെ സമയത്തെ തൊട്ട് അവൻ എന്ത് ചെയ്യുന്നു, അതിനെ പിന്തിക്കുന്നു. വയഖൂൽ, എന്നിട്ട് പറയും ഉസല്ലിഹ ഫീമാ ബഅദു ഇദാ സാലൽ ഉദ്ർ, ഞാൻ ഈ രോഗമെല്ലാം മാറി വീട്ടിലെത്തുമ്പോൾ എന്ത് ചെയ്യാം, ഒന്നിച്ച് നമസ്കരിക്കാം എന്നവർ പറയലുണ്ട്. വഹാദാ ഖത്ഉൻ അദീമുൻ, ഇത് വളരെ ഗുരുതരമായ പിഴവാണ്. വതദിയഉൻ ലിസ്സലാത്ത്, നമസ്കാരത്തെ പാഴാക്കലുമാണത്. ഔഖഅഹു ഫീഹി അൽ ജഹ്ലു വഅദമു സുആൽ, ഈ വലിയ അബദ്ധത്തിൽ അവനെ വീഴ്ത്തിയത് അവന്റെ അറിവില്ലായ്മയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാതിരിക്കുക എന്നുള്ളതുമാണ്. അവൻ ചോദിച്ചിരുന്നെങ്കിൽ ഈ അബദ്ധത്തിൽ നീയുമായിരുന്നില്ല, പെടുമായിരുന്നില്ല. ഫൽ വാജിബു അലാ മിസ്ലി ഹാദാ, ഇതുപോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ നിർബന്ധമായ കാര്യം അൻ യുസല്ലി അലാ ഹസബി ഹാലിഹി ഫിൽ വഖ്ത്, അതാത് സമയങ്ങളിൽ അവന്റെ അവസ്ഥ ഏതാണോ അതേ സമയത്ത് എന്ത് ചെയ്യണം, ആ അവസ്ഥയിൽ തന്നെ നമസ്കരിക്കണമെന്നുള്ളതാണ്. തുജ്സിഉഹു സ്വലാത്തുഹു ഫി ഹാദിഹിൽ ഹാലത്ത്, ഈ ഇതേ അവസ്ഥയിൽ അവൻ നമസ്കാരം എന്താവും, മതിയായി തീരും. വലൗ സല്ലാ ബിദൂനി തയമ്മുമിൻ, അത് ചിലപ്പോൾ തയമ്മും ഇല്ലാതെയാണെങ്കിലും ശരി. ഔ ബി സിയാബിൻ നജസത്തിൻ, അല്ലെങ്കിൽ മാലിന്യമുള്ള വസ്ത്രത്തിലാണെങ്കിലും ശരി. കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾക്ക് കഴിയുന്നതിന്റെ പരമാവധി. അപ്പോ ഇവൻ പരമാവധി വുളു എടുത്ത് നല്ല വസ്ത്രത്തിൽ നമസ്കരിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ സാധിക്കാത്ത അവസ്ഥ ഒന്നും അവൻ എന്ത് ചെയ്യാം, എന്താണോ സാധിക്കുന്നത് അതുപോലെ നമസ്കരിക്കാം. ഒരാള് ബന്ധിപ്പിച്ചിരിക്കുകയാണ്, അവനെ ബന്ധിപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ നജിസാണ്, എന്നാൽ അതേ അവസ്ഥയിൽ അവൻ നമസ്കരിക്കാം. അല്ലെങ്കിൽ അവനെ ബന്ധിച്ചിരിക്കുന്നത് ഖിബലയ്ക്ക് നേരെ വിപരീതമായ സ്ഥലത്താണ്, എന്നാൽ അവൻ എന്ത് ചെയ്യാം, അതേ അവസ്ഥയിൽ നമസ്കരിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ഹത്താ വലൗ സല്ലാ ഇലാ ഗൈരിൽ ഖിബല, ഖിബലയല്ലാത്തതിലേക്ക് അവൻ നമസ്കരിച്ചാലും ശരി. ഇദാ കാന ലാ യസ്തതിഉ ഇസ്തിഖ്ബാലൽ ഖിബല, ഖിബലയിലേക്ക് തിരിയുക എന്നുള്ളത് അവന് സാധ്യമാകാത്ത അവസ്ഥയിൽ അവൻ എന്ത് ചെയ്യാം, അങ്ങനെ നമസ്കരിക്കാം. ഫസ്വലാത്തുഹു സ്വഹീഹ, എന്നാൽ എന്താവും, അവന്റെ നമസ്കാരം സ്വഹീഹായി തീരും എന്നുള്ളതാണ്. ഇതാണ് അവൻ ചെയ്യേണ്ടത്. അപ്പൊ ഏത് സമയത്ത് നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, പാടില്ലാത്ത കാര്യമാണ്. ഇനി ഒമൻ തറക്ക സ്വലാത്ത തഹാവുനൻ, ഒരാൾ ഔക്കസലൻ, ഒരു അലസത കാരണത്താൽ, മടി കാരണത്താൽ നമസ്കാരത്തെ ഉപേക്ഷിച്ചു ഒരാൾ, മിൻ ഗൈരി ജഹദിൻ ലിവുജൂബിഹ, അപ്പൊ നമ്മൾ അത് നിർബന്ധമാണെന്നുള്ളതിനെ നിഷേധിക്കാതെ, നിർബന്ധമാണെന്ന് നിഷേധിച്ചാൽ എന്താ വിധി നമ്മൾ പറഞ്ഞു, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവൻ കാഫിറായി എന്നുള്ളതിൽ എന്തില്ല, അഭിപ്രായ വ്യത്യാസമല്ല, മുർത്തദ്ദായി. എന്നാൽ ഇത് നിർബന്ധമാണ് എന്നുള്ളതിനെ അവൻ നിഷേധിക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്യുന്നു, അലസത കാരണം, മടി കാരണം ആരെങ്കിലും നമസ്കാരത്തെ ഉപേക്ഷിച്ചാൽ കഫറ അല സ്വഹീഹി മിൻ ഖൗലയിൽ ഉലമാ, ഉലമാക്കളുടെ രണ്ടഭിപ്രായങ്ങളിൽ സ്വഹീഹായ അഭിപ്രായ പ്രകാരം, ശരിയായ അഭിപ്രായ പ്രകാരം അവൻ എന്തായി, കാഫിറായി. അപ്പൊ ഈ വിഷയത്തിൽ എന്തുണ്ട്, ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ അതിൽ ശരിയായ അഭിപ്രായതാണ്, അത് മുഖേന കുഫ്ർ സംഭവിക്കും എന്നുള്ളതാണ്. ബൽ ഹുവ സ്വവാബു എന്നല്ല, അതാണ് ശരി. അല്ലദീ തദുല്ലു അലൈഹിൽ അദില്ലതു, അതിലേക്കാണ് തെളിവുകൾ എന്ത് ചെയ്യണത്, അറിയിക്കുന്നത്. ഏതുപോലെ കഹദീസി ബൈനർ റജുലി വബൈന ശിർക്ക് വൽ കുഫ്രി തർക്കുസ്സലാ, ഒരു മുസ്ലിമായ മനുഷ്യന്റെയും ശിർക്കിന്റെയും കുഫറിന്റെയും ഇടയിലുള്ളതായ വ്യത്യാസം എന്താണ്, നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്നുവോ എങ്കിൽ എന്താണ്, അവൻ കാഫിറാണ് എന്നുള്ളതാണ്. ഇതിലേക്ക് അറിയിക്കുന്ന വേറെയും തെളിവുകളുണ്ട്. വഗൈരിഹി മിനൽ അദില്ല. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ചില ഉലമാക്കൾ ഒരു നമസ്കാരമാണെങ്കിൽ പോലും അതിന്റെ നിർബന്ധമായ സമയത്തിനെ തൊട്ട് അവൻ എന്ത് ചെയ്തു, പിന്തിച്ചു. അതിന് ജംആക്കൽ അനുവദനീയമായ സമയത്തെ തൊട്ട്, എന്നിട്ടും അവൻ നമസ്കരിച്ചു. ഇപ്പോൾ ദുഹർ അസറിലേക്ക് ജംആക്കൽ അനുവദനീയമാണ്, ദുഹറിന്റെ സമയമായി അവൻ നമസ്കരിച്ചില്ല, അസറിന്റെ സമയവും കഴിഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടില്ല, ദുഹർ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ എന്താണ്, ഒരൊറ്റ നമസ്കാരം കൊണ്ട് തന്നെ അവൻ കുഫ്റാവും കാഫിറാകും എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് എല്ലാം അഭിപ്രായക്കാരനാണ്. അതുകൊണ്ട് തൗബ ചെയ്യാൻ ആവശ്യപ്പെടണം. അതിന് കൂട്ടാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, അവനോട് ശിക്ഷാ നടപടി സ്വീകരിക്കണം എന്നാണ് ചില ഉലമാക്കളൊക്കെ പറഞ്ഞത്. എന്ത് ചെയ്യണം, അവനെ ഭരണാധികാരി വധിച്ച് അവന്റെ ഖബറടക്കി അതിന്റെ മേലെ ബോർഡ് വെക്കണം എന്നാണ്. നമസ്കാരം ഉപേക്ഷിച്ചതിനാൽ കൊല ചെയ്യപ്പെട്ടവൻ എന്ന് എഴുതി വെക്കണം എന്നാണ്. അപ്പൊ അത്രത്തോളം അത് മറ്റുള്ളവർക്ക് പാഠമാകാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണത്, നമസ്കാരം. പക്ഷെ എന്ത് ചെയ്യുന്നു, ഈ വിഷയത്തിൽ ധാരാളം ആളുകൾ മുസ്ലിം സമൂഹത്തിൽ എന്താണ്, വളരെ പിന്നിലോട്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അതിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് നമ്മൾ മറ്റുള്ളവരെ ഉണർത്തുക എന്നുള്ളതും
നമ്മുടെ മേൽ ബാധ്യതയായ കാര്യമാണ്. വയംബഗിൽ ഇശാഅതു അൻ താരികിഹാ ബിതർകിഹാ, മാത്രമല്ല നമസ്കാരം ഉപേക്ഷിക്കുന്നവനെ അവൻ അതിനുപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരോട് അവനെ കുറിച്ച് ഉണർത്തണം. അവൻ നമസ്കരിക്കാത്തവനാണ് എന്നവനെ കുറിച്ച് പറയണം. ലിയുഫ്തദഹ ഹത്താ യുസല്ലി, അങ്ങനെ അവൻ വഷളാകാൻ വേണ്ടിയിട്ട് എന്നിട്ടെങ്കിലും എന്ത് ചെയ്യണം? നമസ്കരിക്കണം. അപ്പോൾ ആളുകളുടെ ഇടയിൽ അവൻ ഒറ്റപ്പെടണം. നമസ്കരിച്ചില്ലെങ്കിൽ നിവൃത്തിയില്ല എന്നുള്ള ബോധം വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ടെങ്കിലും നമസ്കരിക്കണം. വലാ യംബഗി സലാമു അലൈഹി, നമസ്കരിക്കാത്ത ആളുകളുടെ മേൽ സലാം പറയാൻ പാടില്ല. വലാ ഇജാബത്തു ദഅവതി, അവൻ ക്ഷണിച്ചാൽ ഉത്തരം കൊടുക്കേണ്ടതില്ല. ഹത്താ യതൂബ വയുഖീമ സ്വലാ, അങ്ങനെ അവൻ തൗബ ചെയ്ത് മടങ്ങി നമസ്കാരം നിലനിർത്തുന്നത് വരെയും. ലിഅന്ന സ്വലാത്ത അമൂദുദ്ദീനി വഹിയൽ ഫാരിഖത്തു ബൈനൽ മുസ്ലിമി വൽ കാഫിർ, കാരണം ദീനിന്റെ തൂണാണെന്ത്? അടിസ്ഥാനപരമായ തൂണാണ് നമസ്കാരം. മുസ്ലിമിന്റെയും കാഫറിന്റെയും ഇടയിലുള്ള ഫാരിഖത്താണ്, അവന് വേർപ്പെടുത്തുന്ന ഘടകമാണ്. ഫമഹുമാ അമിലൽ അബ്ദു മിനൽ അഅമാൽ, ഒരു അടിമ എത്രയധികം അമലുകൾ സൽക്കർമ്മങ്ങൾ ചെയ്താലും ഫഇന്നഹു ലാ യൻഫഉഹു മാ ദാമ മുദയ്യിഅൻ ലിസ്സലാ, നമസ്കാരം അവൻ ഉപേക്ഷിക്കുന്നിടത്തോളം കാലം അതൊന്നും എന്ത് ചെയ്യൂല, അവന് പ്രയോജനം ചെയ്യുകയില്ല. അവൻ എത്ര വലിയ സൽക്കർമ്മങ്ങൾ ചെയ്താലും, എത്ര സമ്പത്ത് അതിനു വേണ്ടി ചെലവഴിച്ചാലും, എത്ര സമയം ചെലവഴിച്ചാലും അതെന്ത് ചെയ്യൂല, അവന് പ്രയോജനം ചെയ്യുകയില്ല. നസ്അലുല്ലാഹൽ ആഫിയ, അള്ളാഹുവിനോട് നാം എന്ത് ചെയ്യുന്നു? ആഫിയത്ത് ചോദിക്കുകയാണ്. നമസ്കാരത്തിന്റെ നിർബന്ധതയെ സൂചിപ്പിക്കുന്ന ഒരു അധ്യായമാണ് ആദ്യമായി കഴിഞ്ഞത്. ഇനി ശേഷം ബാങ്കും ഇഖാമത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിൽ ജീവിക്കാൻ അള്ളാഹു നല്ല തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.